കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സാപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് IPC 498A അല്ലെങ്കിൽ BNS 85 86 ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു സുപ്രീം കോടതി വിധിയാണ്. ഇത് ഡിസംബർ 12-നാണ് ഈ വിധി വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ പറയുന്ന പോയിന്റ് എങ്ങനെയാണ്: മിയർലി ബിക്കോസ് വൈഫ് ഡിഡ് നോട്ട് ഫയൽ കംപ്ലൈൻറ്റ് അണ്ടർ സെക്ഷൻ 498A IPC ഫോർ മെനി ഇയേഴ്സ് ഡസ് നോട്ട് മീൻ ദർ വാസ് നോ ക്വാലിറ്റി ബൈ ഹസ്ബൻഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഭാര്യ ഒരു ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഭാര്യയ്ക്ക് പ്രതികൂലമായി ഭർത്താവിൻ്റെ വീട്ടുകാരുടെയോ ഭാഗത്തു നിന്നും എന്തെങ്കിലും തരത്തിലുള്ള 498-നെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഒഫൻസ് ഉണ്ടായിട്ടും അത് ഭാര്യ കോടതിയിൽ കേസായിട്ട് ഫയൽ ചെയ്തില്ലെങ്കിൽ പോലും അത് എന്തായിട്ടല്ല മീൻ ചെയ്യുന്നത്, ആ ക്രൂരത നടന്നില്ല എന്നല്ല കോടതി വിചാരിക്കുന്നത്. പകരം എന്താണ്, ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് അവരത് ഫയൽ ചെയ്തില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്ന് പറയുകയാണെങ്കിൽ ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ ഭാര്യയുടെ മരണശേഷമോ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ മരണശേഷം ഭാര്യയുടെ പിതാവിനോ അല്ലെങ്കിൽ മറ്റു ബന്ധുക്കൾക്കോ ഭർത്താവിൻ്റെ വീട്ടുകാരും ചെയ്തിട്ടുള്ള ഈ ഒരു ക്രൂരത കോടതിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് കേസായിട്ട് ഫയൽ ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മളൊരു മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുമ്പോൾ അതിൻ്റെ കോൺട്രാക്റ്റ് എഴുതുന്ന സമയത്ത് ഒരു 498-ന് അല്ലെങ്കിൽ DV ആക്ട് പ്രകാരമുള്ള കാര്യങ്ങൾ ഭാര്യ കേസ് കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കാം. പക്ഷേ ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിലും ഭാര്യയ്ക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? 498 അല്ലെങ്കിൽ DV ആക്ട് പ്രകാരമുള്ള കേസുകൾ ഭർത്താവിൻ്റെ വീട്ടുകാർക്കും എതിരെ ഫയൽ ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ കോൺട്രാക്റ്റിൽ ഈ പറയുന്ന ക്രിമിനൽ സിവിൽ കേസുകൾ ഒന്നും തന്നെ ഭർത്താവിൻ്റെയോ വീട്ടുകാരുടെയോ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് ആ കോൺട്രാക്റ്റിൽ എഴുതി സൈൻ ചെയ്ത് മേടിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷവും ഭാര്യയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു കേസ് ഫയൽ ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കാം. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.